6 സമയങ്ങളിൽ നമ്മൾ വുദു എടുത്താൽ വമ്പൻ നേട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. വുദു എടുത്താൽ വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന 6 സന്ദർഭങ്ങൾ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. ഒരു മനുഷ്യൻ വുദു എടുത്തിട്ട് അവൻ്റെ വലത് കൈ അവൻ്റെ നെഞ്ചിൽ വെച്ച് അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഒരു ഇസ്മ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് 3 വമ്പൻ പ്രതിഫലങ്ങളാണ്. ഏതാണ് ആ ഇസ്മ, എന്തൊക്കെയാണ് ആ 3 വലിയ പ്രതിഫലങ്ങൾ, വിശദമായി നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ വുദു എടുക്കുന്ന സമയത്ത് ഔറത്ത് മറക്കാതെ വുദു എടുത്താൽ വുദു ശരിയാകുമോ? സ്ത്രീകൾ തല മറക്കാതെ വുദു എടുത്താൽ വുദു ശരിയാകുമോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉത്തരം? ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും വുദു എടുക്കുന്ന സമയത്ത് 5 തരത്തിൽ പിഴവുകൾ വരുത്താറുണ്ട്. ഏതാണ് 5 തരത്തിലുള്ള പിഴവുകൾ? ഈ പിഴവുകൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ വുദു ശരിയാവില്ല. ആ വുദു ശരിയായില്ലെങ്കിൽ നമ്മുടെ നിസ്കാരവും ശരിയാവില്ല. അപ്പോൾ വുദു എടുക്കുന്ന സമയത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട 5 തരത്തിലുള്ള വ്യത്യസ്തമായ പിഴവുകൾ ഏതൊക്കെയാണെന്ന് നമുക്കത് പഠിച്ച് അതെങ്ങനെയാണ് തിരുത്തേണ്ടതെന്നും നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മൾ ഇന്ന് പ്രധാനമായും പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ 6 സമയങ്ങളിൽ വുദു എടുത്താൽ വമ്പൻ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. വുദു എടുത്താൽ പ്രതിഫലം കിട്ടുന്ന 6 സന്ദർഭങ്ങളെ പറ്റിയാണ് വിശദമായി നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ വുദു എടുത്തതിന് ശേഷം ഒരു ഇസ്മ നമ്മൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ കൂലിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യമായിട്ട് വുദുവിലേക്ക് കടക്കാം. വുദു എന്ന് പറഞ്ഞാൽ എന്താണ്? വുദു അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട നമുക്ക് മാത്രം അല്ലാഹു തആല സ്പെഷ്യലായി തന്നിട്ടുള്ള ഒരു വലിയ ഇബാദത്താണ്. അത് ചെയ്താൽ കിട്ടുന്ന വലിയ പ്രതിഫലം ഒരുപാട് ഹദീസുകളുണ്ട്. വുദു നിത്യമാക്കിയാൽ കിട്ടുന്ന ഒരുപാട് കൂലികളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വുദു എന്നുള്ളത് നമുക്ക് മാത്രം സ്പെഷ്യലായി അള്ളാഹു തന്നതാണ്. വേറെ ഒരു പ്രവാചകന്മാരുടെയും സമുദായത്തിന് അള്ളാഹു താല ഇത് കൊടുത്തിട്ടില്ല. ശാരീരികമായ, സാമ്പത്തികമായ, ആത്മീയമായ, മാനസികമായ എല്ലാ ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വുദു എടുക്കുക എന്നുള്ളത്. നമ്മളൊക്കെ എല്ലാ ദിവസവും വുദു എടുക്കാറുള്ളവരാണ് അല്ലേ? വുദു എടുത്തിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത്. വേറെ സമയങ്ങളിലൊന്നും വുദു എടുത്തില്ല എങ്കിലും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് വുദു എടുക്കും. കാരണം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വുദു ഉണ്ടാവൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ ഇവിടെ വുദു എടുക്കുന്നതിനനുസരിച്ച്, അതായത് ഓരോ വഖത്തിനും നമ്മൾ വുദു എടുക്കുന്നതിനനുസരിച്ച് നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് അവൻ്റെ വുദുവിൻ്റെ അവയവങ്ങൾ, അതായത് മുഖവും 2 കൈയും അതുപോലെ ചെവിയും അതുപോലെ തലയും അതുപോലെ 2 കാലൊക്കെ വെളുത്തിരിക്കുമെന്നാണ്. സ്വർണത്തിൻ്റെ കളർ എന്ന മറ്റൊരു ഹദീസ് കാണാം. അപ്പോൾ അള്ളാഹു തആല വേഗത്തിൽ അവരെ തിരിച്ചറിയുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. അതായത് ഈ വുദു അവർ നിത്യമാക്കിയ കാരണത്താൽ, വുദു എപ്പോഴും എടുക്കുന്ന കാരണത്താൽ ചില ആളുകളുടെ ശരീരമൊക്കെ ആ വുദുവിൻ്റെ ഭാഗങ്ങൾ വെളുത്തിരിക്കും. ഞാൻ അവരെ പ്രത്യേകം തിരിച്ചറിയും, എന്നിട്ട് ഞാൻ അവരെ എൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. അപ്പോൾ വുദു എടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. ഇനിയും വിശദീകരിക്കാനോട് അങ്ങോട്ട് കിടക്കുന്നില്ല. 6 സന്ദർഭങ്ങളിൽ വുദു എടുത്താൽ വലിയ പ്രതിഫലമാണ്. ഒന്നാമത്തേത്, നിക്കാഹിന് മുമ്പുള്ള സമയം. ആരും ശ്രദ്ധിക്കാത്തൊരു സന്ദർഭമാണ്. ഈ നിക്കാഹിന് മുമ്പ് വുദു എടുക്കണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആളുകൾ, കല്യാണം അടുത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ കല്യാണം കഴിക്കാനുള്ളവരാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് കുളിക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞിട്ട് പ്രത്യേകം നമ്മൾ നിക്കാഹിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സന്ദർഭത്തിൽ വുദു എടുക്കൽ, അതായത് നമ്മൾ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പൊന്ന് വുദു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. വളരെ പ്രതിഫലമാണ്. രണ്ടാമത്തേത്, ഉറങ്ങുന്നതിന് മുമ്പ്. അത് നമുക്കറിയാം, ഉറങ്ങുന്നതിന് മുമ്പ് വുദു എടുത്തിട്ട് കിടന്നാൽ അല്ലാഹു തആല അവൻ എഴുന്നേൽക്കുന്നത് വരെ ഒരുപാട് മലക്കുകൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. മൂന്നാമത്തേത്, യാത്ര പോകുന്നതിന് മുമ്പ് വുദു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. യാത്ര പോകുന്നതിന് മുമ്പ് അല്ലേ, കാസർഗോഡ് പോകുന്നു, തിരുവനന്തപുരത്ത് പോകുന്നു, അല്ലെങ്കിൽ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഗൾഫിൽ പോകുന്നു, അതോ ട്രിപ്പ് പോകുന്നു, എവിടെയെങ്കിലും പോകട്ടെ, ആ സമയത്തൊക്കെ യാത്ര പോകുന്നതിന് മുമ്പ് വുദു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്.
നാലാമത്തേത് വിശുദ്ധമായ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഖുർആൻ എടുത്ത് ഓതണമെന്നില്ല, അതല്ലാതെ ഇപ്പം നമ്മൾ മൊബൈലിൽ ഓതിയാൽ തന്നെ, മൊബൈലിൽ ഓതുന്ന സമയത്ത് വുളു നിർബന്ധമൊന്നുമില്ല കേട്ടോ. വുളു ഇല്ലാതെ നമുക്ക് മൊബൈലിൽ ഓതാം. പക്ഷേ ഖുർആൻ ഓതാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വുളു ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്, വലിയ പ്രതിഫലമാണ്. അഞ്ചാമത്തേത് ഹദീസുകൾ പഠിക്കുന്നതിന് മുമ്പ് ഒരാൾ ഒരു ഹദീസ് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്, അപ്പോൾ അതിനു മുമ്പ് അവനക്ക് വുളു ഉണ്ടാവൽ പ്രത്യേകം നല്ലതാണ്. ആറാമത്തേത് ഏത് നല്ല കാര്യത്തിന് തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും വുളുവോടുകൂടി പോകുന്നത് വളരെ പുണ്യമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 6 സന്ദർഭം, ഇതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വുളു നിത്യം. ഇപ്പോൾ നമുക്കൊരു വുളു ഉണ്ട്, നമ്മളിപ്പോൾ ളുഹർ നിസ്കാരത്തിന് വുളു എടുത്തു, അപ്പോൾ അസറിൻ്റെ സമയമായിട്ട് നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ വുളു മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അസർ നിസ്കാരത്തിന് മുമ്പ് ഒന്ന് പുതുക്കൽ പ്രത്യേകം നല്ലതാണ്. വുളു ഒന്ന് പുതുക്കുക, അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. വുളു ഉണ്ടായിട്ട് ആ വുളുവിൻ്റെ മേൽ ഒന്ന് വുളു എടുക്കൽ, ഒന്നുകൂടെ വുളു പുതുക്കൽ, അത് പ്രത്യേകം സുന്നത്താണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, വുളു എടുക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ചില അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങൾ കാരണം ചിലപ്പോൾ നമ്മൾ വുളു ശരിയാവാതെ വരും. അത് നമുക്ക് പ്രത്യേകം ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത്, ചില ആളുകൾ ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടാവും, ആ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കൈയിട്ടിട്ട് വുളു എടുക്കുന്നവരുണ്ട്. ഒരു ചെറിയ പാത്രം വെള്ളം, അതെന്ത് ചെയ്യും, അവർ ഒഴിച്ചെടുക്കാതെ ആ വെള്ളത്തിൽ തന്നെ കൈ ഇങ്ങനെ കഴുകുന്നു, പിന്നെ അതിൽ നിന്ന് എടുത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു, അതിൽ നിന്ന് തന്നെ എടുത്ത് മുഖം കഴുകുന്നു. അത് ചെറിയൊരു ബക്കറ്റ് വെള്ളത്തിൽ ഒരിക്കലും കൈയിട്ട് വുളു എടുക്കാൻ പാടില്ല. നമ്മളത് കപ്പെടുത്ത് കോരിയോ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒഴിച്ചു തന്നാലും കുഴപ്പമില്ല. അതായത് 2 കുല്ലത്തിനേക്കാൾ കുറവുള്ള 2 കുല്ലത്ത്, ഇപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ വലിയ ഹൗദുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കൈയിട്ട് വുളു എടുക്കാം. വലിയ ഹൗദൊക്കെ നമുക്ക്, വലിയ ടാങ്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൈയിട്ട് വുളു എടുക്കാം. അതല്ലാതെ ചെറിയ പാത്രത്തിലോ ചെറിയ ബക്കറ്റിലോ ഒക്കെ നമ്മൾ കൈയിട്ട് വുളു എടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നുകിൽ ഒഴിച്ചെടുക്കലാണ് വേണ്ടത്, അല്ലെങ്കിൽ പൈപ്പ് ആവണം. പൈപ്പിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് റാഹത്തായിട്ട് വുളു എടുക്കാം. പിന്നെ രണ്ടാമതായി, ഒരു മനുഷ്യൻ വുളു എടുക്കുന്ന സമയത്ത് പലപ്പോഴും, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, പലപ്പോഴും അവർ ഉണ്ടാക്കുന്ന ഒരു അശ്രദ്ധയാണ് 3 തവണയേക്കാൾ അധികരിപ്പിച്ച് കഴുകുക. അതായത് ശ്രദ്ധിച്ച് കേൾക്കണം ഇത്, കാരണം ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു അശ്രദ്ധയാണ്. നമുക്ക് വുളു എടുക്കുന്നത്, ഇപ്പോൾ മുഖം കഴുകുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം എടുത്ത് മുഖം കഴുകി, 2ാമത്തെ പ്രാവശ്യം കഴുകി, 3 പ്രാവശ്യം കഴുകൽ എന്താണ്, സുന്നത്താണ്. പിന്നെ 4, 5 ഇതെന്താണ്, പാടില്ലാത്തതാണ്, ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഉസ്താദ്, ഞങ്ങൾ ഈ ഒരു ഉച്ചക്കൊക്കെ വളരെ ക്ഷീണിച്ച് മുഖമൊക്കെ വളരെ എന്താ പറയുക വരണ്ട്, അല്ലെങ്കിൽ വിയർപ്പിലൊക്കെ കുളിച്ചായിരിക്കും വരിക, അപ്പോൾ ഈ 3 പ്രാവശ്യം കഴുകുകയാണെന്ന് ഞങ്ങൾക്കൊന്നും റാഹത്താവില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നിങ്ങൾ വുളു എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് നല്ലപോലെ കഴുകുക. നമുക്ക് വുളു എടുക്കുന്നതിന് മുമ്പ് തന്നെ മുഖമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവുക, എന്നിട്ട് നിങ്ങൾ വുളു എടുക്കുക. അല്ലാതെ വുളു എടുക്കുന്ന സമയത്ത് 1, 2, 3, 4, 5 പറഞ്ഞ് ഇങ്ങനെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. വുളുവിൽ നമ്മൾ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കയ്യിൽ വെള്ളം എടുത്തിട്ട് മുഖം കഴുകുന്നു, ഇതെന്താണ്, നിർബന്ധമാണ്. അപ്പോൾ ഫർള്, ഒരു പ്രാവശ്യം കഴുകൽ ഫർളാണ്. പിന്നെ 2ാമത് നമ്മൾ എടുത്തു, 2ാമത്തെ പ്രാവശ്യം കഴുകി, അതെന്താണ്, സുന്നത്താണ്. 2 കൊണ്ട് നിർത്തരുത്, 3 ആക്കണം. ഒരു പ്രാവശ്യം എടുത്ത് 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. 1 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്. 2 പ്രാവശ്യമാക്കി ചുരുക്കൽ കറാഹത്താണ്. 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. 4 പ്രാവശ്യമായാൽ അത് ഹറാമിൻ്റെ, അതായത് തഹരീമിൻ്റെ കറാഹത്ത്, ഏറ്റവും ഹറാമിനോട് അടുത്ത കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. അപ്പോൾ വുളു എടുക്കുന്ന സമയത്ത് പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണേ. 3നേക്കാൾ അധികരിപ്പിക്കാൻ നമ്മൾ തയ്യാറാവരുത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വുളു എടുത്തിട്ട് കാല് കഴുകുമ്പോൾ പല ആളുകളും അശ്രദ്ധമായി പോകുന്നത് കാലിൻ്റെ പുറകുഭാഗം പലപ്പോഴും നനയാറില്ല, ഒരിക്കലും ഉണ്ടാവരുത്. അതായത് ഇപ്പോൾ വുളു എടുത്തിട്ട് പൈപ്പാണെങ്കിൽ പൈപ്പ് തുറന്നിട്ട് കാലിൻ്റെ ഫ്രണ്ട് ഭാഗം വിരലൊക്കെ മാത്രം ഇങ്ങനെ കഴുകും, പുറകു ഭാഗം ഒരുപക്ഷേ കഴുകൂല. അങ്ങനെയല്ല, കാലിൻ്റെ പിറകു ഭാഗം നല്ലതുപോലെ കഴുകണം. പിന്നെ കാല് തേച്ച് കഴുകൽ പ്രത്യേകം സുന്നത്താണ്. എന്തെങ്കിലും ഒരു കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് തേച്ച് കഴുകൽ പ്രത്യേകം സുന്നത്താണ്. അതോടൊപ്പം തന്നെ ഈ കാലിൽ ഷോക്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ കഴുകുന്ന ആളുകൾ, കാലിൽ ഷോക്സ് ഉണ്ടാകും, അപ്പോൾ എന്ത് ചെയ്യും, ഷോക്സ് ഊരാൻ മടി, അതെന്ത് ചെയ്യും, ആ കാല് ആ ഷോക്സോട് കൂടി കഴുകുന്ന ആൾ, അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ എന്താണ്, നിസ്കരിക്കാൻ പോകുന്ന ആ സ്ഥലവും വെള്ളത്തിലാകും, വെള്ളം കൊണ്ട് നനയും, നമുക്കും അതൊരു അസ്വസ്ഥതയാണ്. ഒരിക്കലും ഷോക്സ് ഇട്ടുകൊണ്ട് കാല് കഴുകരുത്.
അതോടൊപ്പം തന്നെ ഷോക്സിൻ്റെ മുകളിലൂടെ തടവുന്ന ആൾ, ചില ആളുകൾക്ക് ഷോക്സ് ഊരാൻ മടിയായതുകൊണ്ട് എന്ത് ചെയ്യും, ഷോക്സിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം എടുത്ത് കുടഞ്ഞിട്ട് ഷോക്സിൻ്റെ മുകളിൽ ഇങ്ങനെ തടകും. അത് മതി എന്ന് പറയും. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ തടകാം. എന്തിൻ്റെ? ഹജ്ജിന് പോകുമ്പോൾ ഉംറയ്ക്ക് പോകുമ്പോൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഹുഫ എന്ന് പറഞ്ഞ സാധനം, അതൊരു കറുത്തിട്ട് ഒരു നീണ്ടിരിക്കുന്ന സാധനമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ തടകിയാലും മതി. പക്ഷേ ഷോക്സ് അത് നമ്മൾ ഊരി തന്നെ കഴുകേണ്ടതാണ്. പല ആളുകളും ഷോക്സിൻ്റെ മുകളിലൂടെ തടകുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ കാല് കഴുകുന്ന രൂപം ആവില്ല, ഉദു ശരിയാവില്ല. ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നഖത്തിൻ്റെ ഇടയിൽ വെള്ളം ചേരണേ. കാലിൻ്റെയും അതുപോലെ തന്നെ കയ്യിൻ്റെയും നഖത്തിൻ്റെ ഉള്ളിൽ വെള്ളം ചേരാതെ വന്നാൽ വുദു ശരിയാവില്ല. ചില ആളുകൾ നഖം ഇങ്ങനെ നീട്ടി വളർത്തും, വെറുതെ ഇങ്ങനെ ഉദു കൊടുത്തിട്ട് പോകും. ചിലപ്പോൾ നഖത്തിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്ക് ഉള്ള കാരണത്താൽ ഉള്ളിലേക്ക് വെള്ളം ചെല്ലില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വുദു ശരിയാവില്ല. ചില ആളുകൾ ക്യൂടെക്സ് ഇട്ടിട്ടുണ്ടാകും, ചില സഹോദരിമാർ ക്യൂടെക്സ് ഇട്ടിട്ടുണ്ടാകും. അങ്ങനെ ക്യൂടെക്സ് ഇട്ടാൽ വുദു ശരിയാവില്ല, കാരണം വെള്ളം ചേരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കല്യാണത്തിലൊക്കെ മൈലാഞ്ചി ആണ് നിങ്ങൾക്ക് അനുവദനം, അല്ലാതെ ക്യൂടെക്സ് അല്ല. മൈലാഞ്ചിയുടെ കളർ കിട്ടുന്ന ക്യൂടെക്സ് ആണെങ്കിൽ എൻ്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങളുടെ വുദു ശരിയാവില്ല. ഇനി വലിയ ശുദ്ധിക്കാരിയായാൽ ആ വലിയ കുളിയും ശരിയാവില്ല. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കരുതേ. പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ മൈലാഞ്ചി ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പൊളിഞ്ഞു പോരുന്ന മൈലാഞ്ചി ഇടരുതെന്നാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ മൈലാഞ്ചി ഇട്ടു, നമ്മളൊന്നിങ്ങനെ പൊളിച്ചു നോക്കിയാൽ ഇങ്ങനെ പൊളിഞ്ഞു പോരും. അങ്ങനെയാണെങ്കിൽ ആ മൈലാഞ്ചി ഇട്ട് വുദു എടുത്താൽ വുദു ശരിയാവില്ല. നമ്മൾ അത് തൊലിയോട് ചേരണം. ഇപ്പം നമ്മൾ ഈ നമ്മൾ സാധാരണ ഈ ഇല അരച്ചിട്ട് തേക്കൂലേ, അങ്ങനെയുള്ള ആ ഒരു മൈലാഞ്ചി ആണെങ്കിൽ നമ്മൾ പൊളിഞ്ഞു പോരില്ല. അത് അത് നമ്മുടെ ശരീരം തൊലിയോട് ഒട്ടിയിരിക്കുകയാണ്. ഒട്ടി എന്ന് പറഞ്ഞാൽ തൊലിയോട് ചേർന്നു, ആ കളർ തൊലിയോട് ചേർന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ പൊളിഞ്ഞു പോരുന്നതാണെങ്കിൽ, ഇപ്പോൾ ഈ ബിഗ് ബി എന്നും സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പലപ്പോഴും അത് പൊളിഞ്ഞു പോരുന്നതാണെന്ന് ചില സഹോദരന്മാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. അങ്ങനെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാം, അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പൊളിഞ്ഞു പോരും. അപ്പോൾ അവിടെ വുദു ശരിയാവില്ല. പൊളിഞ്ഞു പോരും എന്ന് പറഞ്ഞാൽ എന്താണ്, അതിങ്ങനെ പൊളിച്ചാൽ പൊളിഞ്ഞു പോരും. അപ്പോൾ ആ പൊളിഞ്ഞു പോരുന്നത് കൊണ്ട് നമ്മൾ വെള്ളം അത് തടയും. നമ്മൾ വെള്ളം ഒഴിച്ചാൽ വെള്ളത്തെ തടയുന്നതാണ്. അതുകൊണ്ട് എന്താണ്, ഉപയോഗിക്കാൻ പാടില്ല. അഞ്ചാമത്തേത്, ഈ കാലുകളുടെ വിരലുകൾ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലിൻ്റെ വിരലുകൾ ഇടത് കൈയിൻ്റെ ഈ ചൂണ്ടാണി വിരലോ അല്ലെങ്കിൽ ഇടത് കൈയിലെ വിരലുകൾ കൊണ്ട് അത് ഇടകോർത്ത് കഴുകണമെന്നാണ്. കാല് പലപ്പോഴും നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് പോകാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ കാല് കഴുകുന്ന ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ കൈ കഴുകുമ്പോൾ ഈ കൈയിൻ്റെ മുട്ട്, ചില ആളുകൾ ഇവിടെ മാത്രം കഴുകും, അവിടെയല്ല, നമ്മളിങ്ങനെ കൈ മുട്ട്, ഈ മുട്ട് ഉൾപ്പെടെ, അപ്പോൾ മുട്ടിങ്ങനെ ഉൾപ്പെടെ കഴുകുക. അതുപോലെ മുഖം, ഈ മുഖത്ത് നമ്മൾ വുദു എടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും ഇങ്ങനെ കഴുകിയിട്ട് പോകും. അങ്ങനെയല്ല, ഈ നെറ്റി ഉണ്ടോ, ഈ നെറ്റിയുടെ, അതായത് സ്ത്രീകളും ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈ മുടി മുളക്കുന്ന സ്ഥലം മുതൽ ഇങ്ങനെ ഈ ചെവിയുടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ തടവും. ചില ആളുകൾ ഈ ഇവിടെ മാത്രം ഇങ്ങനെ മാത്രം, അതായത് ഇവിടെ ഒന്നും നനയാത്ത രൂപത്തിൽ ഇങ്ങനെ മാത്രം കഴുകും. അങ്ങനെയല്ല, അതായത് മുഖത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ നെറ്റിയുടെ മുടി മുളക്കുന്ന സ്ഥലം. അപ്പോൾ കഷണ്ടി ആണെങ്കിലോ ഉസ്താദ് എന്ന് ചോദിക്കേണ്ട, അതായത് ഏകദേശം ഒരു മുടി മുളക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ മുടി മുളക്കുന്ന സ്ഥലം മുതൽ അവിടെ നിന്ന് മുതൽ നമ്മുടെ ഈ താടിയല് വരെ, പിന്നെ ഈ ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി, ഇതാണ് മുഖത്തിൻ്റെ പരിധി. അപ്പോൾ ആ പരിധിയിലേക്ക് വെള്ളം ചേരുന്ന രൂപത്തിലായിരിക്കണം എന്താവേണ്ടത്, നമ്മൾ മുഖം കഴുകേണ്ടത്. കൈ കഴുകുമ്പോൾ കൈ ഉൾപ്പെടെ കഴുകണം. തലയിൽ നിന്ന് അല്പം തടവുക, അത് ഫർളാണ്, വുദുവിൻ്റെ ഫർളിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു മുഴുവനും തല മുഴുവനും തടകൽ സുന്നത്താണ്, ഒരല്പമെങ്കിലും തടവൽ നിർബന്ധമാണ്. ചെവി തടവൽ അത് സുന്നത്താണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വുദു എടുക്കുന്ന സമയം ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾ ചോദിക്കും, ഉസ്താദ് ഈ ഔറത്ത് മറക്കാതെ വുദു എടുക്കാവോ, വെറുതെ നഗ്നനായി നിന്നിട്ട് വുദു എടുക്കാമോ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. വസ്ത്രമൊന്നുമില്ല, നഗ്നനായി നിന്നിട്ട് വുദു എടുത്താൽ വുദു ശരിയാകും. പക്ഷെ അവിടെ കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കുളി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തൊകർത്ത് മാത്രം എടുത്തിട്ട്, പുരുഷന്മാർ തൊകർത്ത് മാത്രം എടുത്തിട്ട് വുദു എടുത്താൽ വുദു ശരിയാകും. വുദു ശരിയാവാത്ത ഒരു രൂപമൊന്നുമല്ല, വുദു ശരിയാകും. ഔറത്ത് മറച്ചിട്ട് വുദു എടുക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പല സഹോദരിമാരും ചോദിക്കാറുണ്ട്, ഉസ്താദെ ഈ തല മറക്കാതെയൊക്കെ ഞങ്ങൾ പലപ്പോഴും വുദു എടുക്കാറുണ്ട്, അപ്പോൾ അങ്ങനെ വുദു എടുത്താൽ ശരിയാകും, അങ്ങനെ വുദു എടുത്താൽ ശരിയാകും. ഇപ്പോൾ ഔറത്ത് മറക്കാതെ വുദു എടുത്താൽ വുദു ശരിയാകും എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, തല മറക്കാതെ വുദു എടുത്താലും വുദു ശരിയാകും, വുദുവിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും തല മറച്ച് അല്ലെങ്കിൽ ഔറത്ത് മറച്ചിട്ട് വുദു എടുക്കലാണ്
ഏറ്റവും നല്ല കാര്യം, ആ കാര്യം മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താണ്, 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഒന്ന്, വുളു എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ വുളു എടുത്താൽ പ്രതിഫലം കിട്ടുന്ന 6 സമയങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള, ഒരു മനുഷ്യൻ വുളു എടുത്തിട്ട് ഒരു ഇസ്മു പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മു പറഞ്ഞാൽ എത്രയാണോ സമ്പത്തുള്ള ആ സമ്പത്ത് ഇരട്ടിയാകും, മക്കൾ അനുസരണയുള്ളവരാകും, അതുപോലെ ആഖിബത്ത് നന്നാവും. ഇത് മതിയല്ലോ, നമ്മുടെ ദുന്യാവും ആഖിറവും വിജയിക്കാൻ ഇത് മതി. ഒരാൾ വുളു എടുത്തതിന് ശേഷം നിത്യമായി കൃത്യമായി മറക്കാതെ ഒരു ഇസ്മു പറഞ്ഞാൽ അവൻ്റെ ഉള്ള സമ്പത്ത് അധികരിക്കും, അതുപോലെ തന്നെ മക്കൾ നന്നാകും, അതുപോലെ ആഖിബത്ത് അവൻ്റെ അവസാനം നല്ലതാകും, മോശം മരണത്തെ തൊട്ടുള്ള കാവലുണ്ടാകും. ഏതാണ്? വുളു എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു ദുആ പറയാറുണ്ട്, വുളുവിന് ശേഷമുള്ള ദുആ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇത് പറഞ്ഞിട്ട് ഒരു ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. കാരണം നമ്മളിപ്പോൾ ളുഹർ നിസ്കാരത്തിന് വേണ്ടിയാണ് ഒരു വുളു എടുത്തത്, ആ വുളുവിന് ശേഷമാണ് നമ്മൾ ഈ ആയത്തുൽ കുർസി ഓതിയതെങ്കിൽ അടുത്ത വുളു നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് അതുവരെയുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിനുശേഷം 5 പ്രാവശ്യം നമ്മൾ ഇനി പറയാൻ പോകുന്ന ഇസ്മു പറയണം. ഏതാണ് ആ ഇസ്മു പറയേണ്ടത്? യാ ശക്കൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ അള്ളാഹുവിലേക്ക് പറയുക. നമ്മൾ ഉളുവിന് ശേഷം ഉളുവിൻ്റെ ദുആ പറയുക, അതിനുശേഷം ആയത്തുൽ കുർസി ഓതുക. അത് കഴിഞ്ഞ് 5 പ്രാവശ്യം നമ്മൾ നെഞ്ചിൽ കൈവച്ചിട്ട് പറയാൻ പറ്റുമോ? ഖൈറാൻ, ഏറ്റവും ഖൈറാൻ. യാ ശക്കൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല 3 പ്രതിഫലങ്ങളാണ്. ഒന്നാമത്തെ, നമ്മുടെ സമ്പത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും, നമ്മുടെ മക്കളെ അല്ലാഹു തആല നന്നാക്കി തരും, നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരും. അല്ലാഹുവേ, ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ ഞങ്ങൾക്ക് നീ കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തൊക്കെ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പടച്ച തമ്പുരാൻ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആഫിയത്ത്, ആരോഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.